വിചിത്ര മോഷണത്തിന്റെ വാർത്തയിലേക്കാണ്. തിരുവില്ലാമല പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം മോഷ്ടിച്ചവർ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ സ്ത്രീയും യുവാവുമാണ് പിടിയിലായത്. സുരജ് സജി തൃശ്ശൂരിൽ ചേരുന്നു. സുരജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്താണ് ഈ മോഷണം? എങ്ങനെയാണ് ഈ മോഷണം? എന്തിനാണ് ഈ മോഷണം? സുഹൈൽ, ഏറ്റവും വിചിത്രമായ ഒരു വാദമാണ് ഈ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നത്. അതായത് ഈ ചിതാഭസ്മത്തിൽ നിന്ന് അരിച്ചെടുക്കുന്ന സ്വർണത്തിന് വേണ്ടിയാണ് ഈ തുടർച്ചയായി ഐവർ മഠത്തിൽ നിന്ന് ചിതാഭസ്മം മോഷ്ടിച്ചത് എന്നുള്ളതാണ് ഈ പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പഴയന്നൂരിലാണ് ഇത്തരത്തിൽ ഈ ഐവർ മഠം, പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പാമ്പാടിയിലാണ് ഈ ഐവർ മഠം പ്രവർത്തിക്കുന്നത്. ആ ശ്മശാനത്തിൽ നിന്നാണ് ഇവിടെ ഈ രാത്രികാലങ്ങളിലെത്തി ഈ സംഘം ഈ ചിതാഭസ്മം മോഷ്ടിച്ചിരുന്നത്. അതിനിടയിൽ ഇന്നലെ രാത്രിയാണ് ഇവർ പിടിയിലാകുന്നത്. തമിഴ്നാട് സ്വദേശികളായ മല്ലിക, അതുപോലെ തന്നെ മകൻ രേണുഗോപാൽ എന്നിവരാണ് പിടിയിലായത്. ഒപ്പമുണ്ടായിരുന്ന ഒരാൾ പുഴയിൽ ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൃതദേഹത്തിന്റെ കത്തിച്ച ചാരം അരിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വർണം ലഭിക്കും എന്നുള്ളതാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ചാരം ചാക്കിലാക്കി കൊണ്ടുപോകുമ്പോൾ നാട്ടുകാരാണ് ഇത്തരത്തിൽ ഈ തടഞ്ഞു നിർത്തി പിന്നീട് ഈ പോലീസിനെ വിവരം അറിയിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവരെ തടഞ്ഞു നിർത്തി ഒരു ഇതിനു മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു തൂണിൽ കെട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇവർ പോലീസിന് പിന്നീട് ഇവരെ പ്രതികളെ കൈമാറുകയായിരുന്നു. പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ചിതാഭസ്മം അരിച്ചെടുത്ത് സ്വർണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ചിതാഭസ്മം മോഷ്ടിച്ചത് എന്നുള്ള വിവരം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പുഴയിൽ ചാടി രക്ഷപ്പെട്ട ആൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സുഹേൽ, ശരി, വിചിത്ര മോഷണം. മരിച്ചവരിൽ പോലും മോഷണത്തിന്റെ സാധ്യതകൾ തേടുന്ന മോഷ്ടാക്കൾ.